നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. പരപ്പനങ്ങാടി ചാലിൽ പാടത്തു നിന്നും ഹാർബറിലേക്കും അങ്ങാടി GMLP സ്കൂളിലേക്കുമുള്ള റോഡിന്റെ കയ്യേറ്റം ബോധ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത പരപ്പനങ്ങാടി നഗരസഭ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ 40-ാം ഡിവിഷൻ കൗൺസിലർ സെയ്തലവി കോയ ഏകദിന ഉപവാസം അനുഷ്ഠിക്കുന്നു. സെപ്റ്റംബർ 4 ബുധനാഴ്ച രാവിലെ നഗരസഭയ്ക്ക് മുമ്പിലാണ് കൗൺസിലർ ഉപവാസം അനുഷ്ഠിക്കുന്നത്. ചാലിൽ പാടത്തു നിന്ന് ഹാർബറിലേക്കും അങ്ങാടി GMLP സ്കൂളിലേക്കുമുള്ള റോഡിന്റെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് റോഡ് വികസനം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപവാസം. ചാലിൽ പാടത്തു നിന്ന് ഹാർബറിലേക്കും അങ്ങാടി GMLP സ്കൂളിലേക്കും വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ മുറിത്തോടിന് കുറുകെ പാലവും അപ്രോച്ച് റോഡും പണിയാൻ 5 വർഷം മുമ്പ് ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ 32 ലക്ഷം ഹാർബർ ഫണ്ട് അനുവദിച്ചിരുന്നു. ഇതുപ്രകാരം അങ്ങാടി പാലം പണി പൂർത്തിയാക്കുകയും പാലത്തിൻ്റെ കിഴക്കുഭാഗം 40 മീറ്റർ അപ്രോച്ച് റോഡ് പണിയുകയും പടിഞ്ഞാറ് ഭാഗം 40 മീറ്റർ അപ്രോച്ച് റോഡിൻ്റെ പണി നടക്കുമ്പോൾ റോഡ് കയ്യേറ്റക്കാർ തടസ്സപ്പെടുത്തിയതിൻ്റെ ഭാഗമായി പണി നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. കയ്യേറ്റം ഒഴിപ്പിച്ച് അപ്രോച്ച് റോഡിൻ്റെ പണി നടത്താൻ കഴിയാത്തത് മൂലം 4 ലക്ഷം രൂപ ലാപ്സായി പോവുകയും ചെയ്തുവെന്ന് സെയ്തലവി പറഞ്ഞു. ഇതാണ് നമ്മളെ ഹവിൽദാർ മുഹമ്മദ് സൈജലിൻ്റെ സ്മാരകാർത്ഥം ആ പേര് നൽകിക്കൊണ്ടെടുത്ത പാലം ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫണ്ട് പാസ്സായിട്ട് അനുവദിച്ചതാണ്. ഈ പാലത്തിൻ്റെ കിഴക്കേ ഭാഗത്തുള്ള 40 മീറ്റർ അപ്രോച്ച് റോഡിൻ്റെ പണി തീർന്നതാണ്. പടിഞ്ഞാറ് ഭാഗത്താണ് തർക്കം നിലനിൽക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 10 മീറ്റർ പണിയേ പോയിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് 30 മീറ്റർ, ഏകദേശം 30 മീറ്റർ ഉണ്ടാവും കയ്യേറ്റത്തിൻ്റെ സ്ഥലങ്ങൾ. 2 സൈഡിലും അളന്നിട്ട് കുറ്റി അടിച്ചുകൊണ്ട് പോയതാണ്. തഹസിൽദാർ അളവ് കയ്യേറ്റം രേഖപ്പെടുത്തിയതാണ്. സ്കെച്ച് നഗരസഭയ്ക്ക് കൈമാറിയതാണ്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായിട്ട് ഇതുവരെ ഇതിന് നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിന് നടപടി വേണം. തൊട്ടടുത്ത് GMLP സ്കൂളാണ്. സ്കൂളിലേക്കുള്ള പ്രധാന വഴി കൂടിയാണ് ഇത്. സ്കൂൾ LP സ്കൂള് UP ആക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ട സ്കൂളാണ്. മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം അപ്പുറത്തുള്ള കയ്യേറ്റം ഒഴിപ്പിക്കണം. അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. അത് നടപടി എടുക്കാത്തത് കൊണ്ടാണ്, അതിൻ്റെ പേരിലാണ് നഗരസഭയിലേക്ക് ഈ 4-ാം തീയതി ബുധനാഴ്ച സമരം നടത്തുന്നത്, സത്യാഗ്രഹ സമരം നടത്തുന്നത്. നഗരസഭാ സെക്രട്ടറിയുടെ പരാതി പ്രകാരം താലൂക്ക് സർവേയർ വന്ന് അളന്ന് കയ്യേറ്റം ബോധ്യപ്പെടുത്തുകയും അതിർത്തി രേഖപ്പെടുത്തുകയും സ്കെച്ചും റിപ്പോർട്ടും നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്തു. അങ്ങാടി GMLP സ്കൂളിലേക്കുള്ള പ്രധാന റോഡ് കയ്യേറ്റക്കാർ കൈവശം വെച്ചു പോരുന്നത് മൂലം സ്കൂളിലേക്ക് വാഹനങ്ങൾ വരുന്നത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുകൂടെയാണ്. മുൻ ചെയർമാൻ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും കയ്യേറ്റക്കാർ സ്വന്തം പാർട്ടിക്കാരായതിനാൽ ഒഴിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. നിലവിലെ ചെയർമാനും പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ തയ്യാറാവുന്നില്ലെന്നും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കേണ്ട നഗരസഭ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇതേ തുടർന്നാണ് സെപ്റ്റംബർ 4 ബുധനാഴ്ച രാവിലെ നഗരസഭയ്ക്ക് മുമ്പിൽ കൗൺസിലർ ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, പരപ്പനങ്ങാടി.